ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റൊക്കെ ഇട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്നലെ ഞാൻ ടൊമാറ്റോ സോസിൻ്റെ വീഡിയോ ഇട്ടപ്പം നാരങ്ങയുടെ ഇത് കാണിക്കാൻ പറ്റിയില്ല, നാളെ കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, അതാട്ടോ ഇന്ന് കാണിക്കുന്നത്. അത് ഈ നമ്മൾ കുറേ ദിവസമൊക്കെ നാരങ്ങയൊക്കെ കൂടുതൽ ഇപ്പം ലാഭത്തിനൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ മേടിച്ച് വെക്കുമല്ലോ. മേടിച്ച് വയ്ക്കുമ്പോഴത്തേനും അതിൻ്റെ തൊലിയൊക്കെ പോയാൽ അപ്പടി പാടല്ലേ നമുക്ക് ഇങ്ങനെ ഉണങ്ങിയൊക്കെ പോയി കഴിയുമ്പം. അപ്പം നമ്മൾ ആ നാരങ്ങയുടെ നീരെല്ലാം പിഴിഞ്ഞെടുക്കണേ. എന്നിട്ട് നല്ലപോലെ അരിച്ചിട്ട് ഇതുപോലത്തെ ഫ്രിഡ്ജിലെ ഫ്രീസറിൽ ഇരിക്കുന്ന ട്രേ ഉണ്ടല്ലോ, അതിൻ്റെ അകത്തോട്ട് ഇതുപോലെ 3/4 ഭാഗം ഒഴിക്കാവുള്ളേ. അതിനാന്ന് പറഞ്ഞാൽ അതാ കറക്റ്റ് ഒരു ഗ്ലാസിൻ്റെ അളവ്. അതുപോലെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവിടെ ഐസ് വെള്ളം വെക്കല്ലേ ഫ്രിഡ്ജിൽ, ഈ പിള്ളേരെടുത്ത് കുടിക്കും. അപ്പം ഞാൻ ഇതുപോലെ ചെറു പാത്രങ്ങളിൽ കൂടെ നല്ല വെള്ളം എടുത്ത് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്ത് വെച്ചേക്കും ഇതുപോലെ. എന്നിട്ട് നമുക്ക് ആവശ്യവും വെള്ളത്തിൻ്റെ അളവിലോട്ട് ഇത് കൂടി ഇടുക ചെയ്യുന്നത്. വെള്ളം എടുത്ത് എപ്പോഴും വെള്ളം കൂടിയാണ്. ഇതിപ്പം നമ്മുടെ ഈ നാരങ്ങ നീര് ചെറിയ പാത്രത്തിൽ ഒഴിക്കാനുള്ളതേ ഉള്ളേ. ബാക്കി വന്നല്ലോ, ഇതെന്ന് പറഞ്ഞാൽ ഒരു 5-6 ഗ്ലാസ്സിനൊക്കെ ഇത് മതിയായിരിക്കും. ഒരു 4 ഗ്ലാസ്സിന് എന്നായാലും അത് കറക്റ്റാണ്. 4 ഗ്ലാസ് നമ്മളൊരു വലിയ പാത്രത്തിലെ കലക്കത്തുള്ളല്ലോ, അതിലോട്ട് ഈ പാത്രം അങ്ങ് ഇറക്കി വെച്ചാൽ മതിയേ. അങ്ങനെ ഞാൻ ഈ വെള്ളമെല്ലാം ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് നീളമുള്ള പാത്രത്തിൽ കൂടെയൊക്കെ വെക്കും. ഇപ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ കൂടുതൽ വെള്ളം പുറത്തോട്ടൊക്കെ വെക്കുമ്പം കരത്തിൽ വെള്ളം പിടിച്ചിട്ട് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു പാത്രം അങ്ങ് വെച്ചേക്കുവേ. ഇനിയിപ്പം നമുക്കുണ്ടല്ലോ, അതുപോലെ ഇപ്പോൾ ഈ കാണിച്ച പോലെ തന്നെ ഈ പാത്രത്തിലോട്ട് ആ പാത്രം അങ്ങോട്ട് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ആ വെള്ളം മുഴുവൻ തണുക്കും. അപ്പോൾ ഇത് ചെയ്യാനുള്ള മടി കാരണം ഇവിടെ പിള്ളേർ ഈ ഐസ് വെള്ളം കുടിക്കത്തില്ലേ. അതല്ലെന്നുണ്ടെങ്കിൽ പാടല്ലേ അവർക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ എന്നാ കാണിക്കുന്നു, അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം മുഴുവൻ എടുത്ത് കുടിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കണ്ടോ. അത് അങ്ങോട്ട് ചാടി പോകുന്നുള്ളൂ, അങ്ങോട്ട് ഇച്ചിരി നേരം വെള്ളത്തിൽ കിടക്കുന്നതിന് ചാടും. പിന്നെ നമ്മളതിൻ്റെ അത് പോയി കൈ ഇടേണ്ട ആവശ്യമൊന്നുമില്ല, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ അതിങ്ങോട്ട് ഊറ്റിയെടുത്താൽ മതി ആവശ്യമുള്ളത്. അത് ആ പാത്രം നല്ലപോലെ ക്ലീൻ ചെയ്ത് നല്ല ഫ്രഷ് പാത്രത്തിലാണല്ലോ നമ്മൾ വെക്കുന്നത്. പിന്നെ ഇത് പിഴിഞ്ഞെടുക്കുന്ന ഈ നാരങ്ങയുടെ തൊലി ഞാനത് നല്ലപോലെ അരച്ചിട്ട് നമ്മൾ നിലവിളക്കൊക്കെ കഴുകത്തില്ലേ, ഊട്ടുപാത്രമൊക്കെ, അപ്പോൾ അതേലൊക്കെ തേക്കുവേ. ഇതുകൊണ്ടോ, പിറ്റേ ദിവസമാട്ടോ ഇത് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നാളെ കാണിക്കാമെന്ന്. അപ്പോൾ ഇതുകൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നലെ സത്യം പറഞ്ഞാൽ കാണിക്കാത്തത്. ഇപ്പോൾ അത് നല്ല തിക്കായേ കണ്ടോ, നല്ല ഡ്രൈ ആയിട്ടായിരിക്കുന്നത് അത്. അല്ലാണ്ട് ഇത് നാരങ്ങയുടെ നീര് തന്നെയാണെന്ന് ഓർത്തുകൊണ്ട് അത് സെറ്റാകാതിരിക്കത്തൊന്നുമില്ല. ഇത് നമുക്കൊരു 4 ഗ്ലാസ്സിനുണ്ട്. അപ്പോൾ ഒരു വലിയ പാത്രത്തിലാണല്ലോ 4-5 ഗ്ലാസ് കലക്കത്തുള്ളൂ. ഇതിപ്പം ഒരു ഗ്ലാസ്സിന് ഒരെണ്ണം മതി. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു സ്പേസ് നിറച്ച് നമ്മൾ ഒഴിക്കരുത്, അത് പുളി കൂടുതൽ വരും. അതിന് കറക്റ്റ് ഒരു 3/4 ഭാഗം മതി. അതുകൊണ്ട് പഞ്ചസാര ഇട്ട ഒരൊറ്റ ഗ്ലാസ് വെള്ളത്തിന് അത് കറക്റ്റാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനത്തെ ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെയും കൂടെ അറിയിക്കണം എല്ലാവരുമേ. പിന്നെ ഞാൻ ചെമ്പരത്തിയുടെ ഒരു ജ്യൂസും കൂടി ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് പ്രതിരോധശക്തിയൊക്കെ കിട്ടാൻ ഒത്തിരി നല്ലതാണല്ലോ. ഇനി അവധി ആയതുകൊണ്ട് ഇനി എനിക്ക് ഇങ്ങനത്തെ പണി മാത്രമേ കാണൂ. ഇനി 10 ദിവസം അവധിയല്ലേ. അപ്പം ഇതിൻ്റെ എല്ലാം ഈ 5 തള്ള ചെമ്പരത്തി എപ്പോഴും ഞാനിവിടെ എടുക്കുന്നത്. അതാണ് നല്ലത്. മെഡിസിനൽ പ്ലാന്റ് ആയിട്ട് ഇതാ പറയുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിയത്തില്ല. കുറച്ച് വെള്ളം എടുത്ത് കുറച്ചൊക്കെ ഉണ്ടാക്കുന്നില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന കേട്ടോ. നന്ദുവിന് ഇനി 2 എക്സാമും കൂടെ ഉണ്ട്. തിളച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ കളറെല്ലാം മാറുമല്ലോ. എന്നിട്ട് അതിൻ്റെ ചൂടാറാൻ നമ്മൾ വെയിറ്റ്. ഞാൻ ചൂടേ ഇടാറില്ലേ ഒന്നും ഇതിൻ്റെ അകത്തോട്ടെ. ചൂടാറി കഴിയുമ്പോഴത്തേനും ആ ഇതളൊക്കെ അങ്ങ് പെറുക്കി കളഞ്ഞ് വെച്ച് നമ്മൾ ഇപ്പോൾ എന്തോരം എടുക്കാം. അതിപ്പം മൊത്തം ഇവിടെ ആവശ്യമില്ല, ഇനി പിള്ളേരൊക്കെ ഇനി ഞാൻ കൊടുക്കത്തില്ലേ. അപ്പം ഇതിൻ്റെ അകത്തോട്ട് ഒരു ഗ്ലാസ്സിലോട്ട് ഇട്ട് ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, ഒരു ലൈറ്റ്, അതിനൊരു പർപ്പിൾ കളർ പോലത്തെ ഒരു കളറാണ് അതിന് വരുന്നത്, ഒരു ലൈറ്റ് കളർ അല്ലേ, എന്തോ ഒരു കളറ്. പക്ഷേ നമ്മൾ ആ നാരങ്ങയുടെ ഒരു ക്യൂബ് ഇട്ട് കഴിയുമ്പോഴത്തേനും നല്ല രസമുള്ള കളറാവുമേ. നല്ല ടേസ്റ്റും ഉണ്ട്. ഇതിന് ഗുണമാണ് പ്രധാനമേ. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എളുപ്പമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ നാരങ്ങ പിഴിയാൻ അതിനൊക്കെ ഓടുമ്പം പാടല്ലേ. അല്ലെങ്കിലും ഈ പിള്ളേർ ഇങ്ങനെ എപ്പോഴും വെള്ളം കുടിച്ചാൽ കൊള്ളത്തില്ല, ഐസ് വെള്ളം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പിന്നെ കേടായി പോകാതിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സാധാരണ പച്ചവെള്ളത്തിലോട്ടാണെങ്കിലും നമ്മൾ ഐസ് വെള്ളത്തിലിടണ്ട, പച്ചവെള്ളത്തിലോട്ട് ഇത് കൂടെ ഒരു ക്യൂബ് ഇട്ട് പഞ്ചസാര ഇടണം കേട്ടോ. പഞ്ചസാര ഇട്ട് നമ്മൾ ഇളക്കിയാണ് ഇത് ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ ഈ നീരിൻ്റെ അകത്ത് പഞ്ചസാര ഒഴിച്ചല്ല വെച്ചേക്കുന്നത്. പഞ്ചസാര റീസ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിക്കും. പിന്നെ ഇത് സാധാരണ പച്ചവെള്ളത്തിലോട്ടാണ് ഇട്ടേക്കുന്നത്. ഒരു ക്യൂബ് ഇട്ടു, പഞ്ചസാര ഇട്ട് ഇളക്കി, നാരങ്ങ വെള്ളം റെഡിയായി. ഇതും കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ എന്നെ ഒന്ന് അറിയിച്ചേക്കണേ. അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടോ, ഇങ്ങനെ ചെയ്യുന്നവർ സ്ഥിരമായിട്ടുണ്ടോ എന്നൊന്നും ഞാനിങ്ങനെ കാണിക്കുന്നുള്ളൂ. ഞാനിങ്ങനെ കാണിക്കുന്നതാണ് എല്ലാവരും പറയൂ ഇതെന്നാന്ന്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഇതിൻ്റെ അകത്ത് അത് ഇടുന്നില്ല, ഞാനിവിടെ ആർക്കും കൊടുക്കുന്നില്ലെന്ന്. അപ്പം ഇതുപോലെ പാത്രത്തിലോട്ട് മൊത്തം അങ്ങോട്ട് ഇട്ടാൽ മതി. ആ ഒരു സാധനം അങ്ങോട്ട് ആ പാത്രം അങ്ങോട്ട് ഇറക്കി വെച്ചാൽ മതി, സെറ്റായിക്കോളും. അപ്പോൾ ഇവിടെ കറണ്ട് പോയി, അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റൊക്കെ ഇടണം കേട്ടോ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. പിന്നെ എന്നാ പറയാനിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബായ്, നാളെ കാണാം.